ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഈ ഒരു സമയത്തുള്ള അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിലുള്ള ഫീലിങ്സ് എന്താണ്, അവർ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഇമോഷൻസ്, അതുപോലെ തന്നെ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അവരുടെ ഇമോഷൻസ്, ചിന്തകൾ എന്തൊക്കെയാണ്. ഓക്കെ, യെസ്. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയിറ്റ്, ഡൈങ് ടു മീറ്റ് യു. ഓക്കെ, നിങ്ങളെ കാണാനായിട്ട് അത്യധികമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. അതായത് അവർ അത്രയും ഇമോഷണലി ഡൗൺ ആണ് എന്നുള്ളതാണ്. അവർ നിങ്ങളെ ഓർത്ത് കരയുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്. മേ ബി ഒരു സമയത്ത് നിങ്ങൾക്കും ആ ഒരു നൈറ്റ് ടൈമിൽ കൂടുതലായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്. അവരെ ഓർത്ത് നിങ്ങളും സങ്കടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. ആൻഡ് യെസ്, അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. മറ്റു വ്യക്തികളിലൂടെയൊക്കെ നിങ്ങളെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി. ആൻഡ് അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചത് അത്രയും ഭാഗ്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അതായത് അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് തന്നെ അവർ നന്ദി പറയുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നത് അത്രയും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം തീവ്രമായിട്ട് തന്നെ ചിന്തിക്കുന്നൊരു മൊമെൻ്റാണിത്. അവർക്ക് എപ്പോഴും ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും പലപ്പോഴും അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു വൈബ്രേഷൻ എപ്പോഴും ഫീൽ ചെയ്യാണ്. അതായത് നിങ്ങൾ അടുത്തില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഒരു സാമീപ്യം അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സ്വപ്നങ്ങളിൽ നിങ്ങളെ കാണാറുണ്ട്. നിങ്ങളുമായിട്ട് സാമ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് അവർ ലൈഫിൽ കാണുന്നുണ്ട്. ഡെയിലി ലൈഫിൽ ഒരു ദിവസം പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. അവർക്ക് ഇപ്പോൾ അവർ സെൽഫ് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ ലൈഫിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. അവർക്ക് അവരുടെ ജോലിയിലായിരുന്നാലും അവരുടെ സ്റ്റഡീസിലായിരുന്നാലും എന്തിലാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും അവർ ആ മാനസികമായിട്ടൊക്കെ തകർന്നിരിക്കുകയാണെന്നുള്ളതാണ്. അത്രയും ഇമോഷണലി അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമാണ്. ഒരു പക്ഷേ അവർ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ നിങ്ങളോട് കൂടുതലായിട്ടൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് അതെല്ലാം ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ എത്രത്തോളം വലുതായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഐ സ്വെയർ ഐ എം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നൗ. അവർ പറയുകയാണ് അവർ അത്രത്തോളം നിങ്ങളെ ആഴത്തിൽ തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ആ വ്യക്തിക്ക് ഈ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ഓർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ മൊമെൻറ്റ്സും അവർ ചിന്തിച്ചെടുക്കുകയാണ്. അവർക്ക് എന്തോ ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ പറയുകയാണ് എത്ര നിങ്ങൾ അകന്ന് മാറിയിരുന്നാലും അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നാലും ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ നിന്ന് മറക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരു റിലേഷൻഷിപ്പിന് തന്നെ ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല എന്ന് തന്നെയാണ്.
അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനുള്ള റിലേഷൻഷിപ്പാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അതായത് ഈ ലവിങ് യു ഈസ് ലൈക്ക് ബ്രീത്തിങ്, ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് എന്നാണ്. അതായത് അവർ ഇപ്പോൾ ശ്വാസോച്ഛ്വാസം അവർക്കുള്ളതുപോലെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ റിലേഷൻഷിപ്പിനെ അവർക്ക് ആ ബ്രീത്തിങ്ങിനോടാണ് അവർ കമ്പയർ ചെയ്യുന്നത്. അതായത് അവരുടെ ശ്വാസം നിലയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കുന്നു എന്നുള്ളതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. അത്രത്തോളം സിൻസിയറായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ സാമീപ്യം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മൊമെൻ്റാണിത്. ആൻഡ് അതുപോലെ തന്നെ അവർക്കൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ, അതായത് there is none before or after, you are the only one. ഓക്കെ, നിങ്ങൾക്ക് മുന്നിലും നിങ്ങൾക്ക് ശേഷവും അവരുടെ ലൈഫിൽ മറ്റാരും തന്നെ ഇല്ല. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നതാണ് അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അതിനപ്പുറമായിട്ട് അവർ മറ്റൊന്നും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്രയും പാഷനേറ്റായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഇന്നായിരുന്നാലും ഇനി അവരുടെ ലൈഫ് ലോങ് ആയിരുന്നാലും അവർ അങ്ങനെ തന്നെ സ്നേഹിക്കും നിങ്ങളെ എന്നുള്ളൊരു പ്രോമിസ് കൂടി ഒരു സമയത്ത് അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് എന്നാണ്. ഓക്കെ, ഈ ഒരു ലോകത്തിൽ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അത് നിങ്ങളാണ്. ഓക്കെ, അത്രത്തോളം ഒരു പ്രണയത്തിൻ്റെ എനർജി, ആ ഒരു വൈബ്രേഷനൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും നിങ്ങളുടെ ആൻസറിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും പലതിനും നിങ്ങൾ പ്രോപ്പറായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അവരോടുള്ള പ്രണയം തുറന്നു പറയാനായിട്ടുള്ള വിഷമം ഉണ്ടാവാം, അല്ലെങ്കിൽ അതായത് അത് നിങ്ങളുടെ ആ ഒരു ഷൈനസ് കൊണ്ടായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ഓപ്പണായിട്ട് ആ വ്യക്തിയുടെ മുന്നിലൊന്നും പറയാറില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അവർ നിങ്ങളിൽ നിന്നും കൂടുതലായിട്ട് എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് അവർ പറയുകയാണ്. അതായത് അവർക്ക് അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ് ഒരിക്കലും നിങ്ങൾ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടാവാം. സോ നിങ്ങളത് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് അത് എല്ലാവരുടെയും റീഡിംഗ് ആണിത്. പലർക്കും പല കാര്യങ്ങളും കറക്റ്റ് ആവണം എന്നില്ല, ചിലർക്കാണ്. അതുകൊണ്ട് എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ ഭാഗം കറക്റ്റായിട്ട് വരുന്നതാണെങ്കിൽ, കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിൽ ഇരിക്കാനായിട്ട് അത്രയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സന്തോഷം തന്നെ അതാണെന്നുള്ളതാണ്. ആൻഡ് അവർക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ അവരുടെ ഫാമിലിയിൽ, വിവാഹം പോലുള്ള എന്തോ ഒരു ചടങ്ങ് മറ്റൊരു വ്യക്തിയുടേതായിരിക്കാം, അവരുടെ ഫാമിലി മെമ്പറിലുള്ള ആരുടെയെങ്കിലും ആയിരിക്കാം, അവരുടെ സിസ്റ്ററിൻ്റെയോ ബ്രദറിൻ്റെയോ ഒരു വിവാഹ ചടങ്ങ് ഉടൻ തന്നെ നടക്കാനിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു തിരക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സെപ്പറേഷനിൽ പോയ വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കണം, അവരെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്, സാഹചര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എന്താണ് ജലസ് ഉണ്ടാവുന്നുണ്ട്, ആങ്കർ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവർ അത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളോട് അവർ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം. അത് അവർ നിങ്ങളോടുള്ള ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അവരിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് അത്രയും നിങ്ങൾ അവരെ മനസ്സിലാക്കാതിരുന്നത് അവരെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു. നിങ്ങളുടെ ആ ഒരു ക്യൂട്ട് സ്മൈൽ ഉണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും, എന്ത് തരത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായാലും നിങ്ങളുടെ ആ ഒരു സ്മൈൽ അത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും, അവരുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. അത്രയും അവരെ സ്വാധീനിച്ച ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അത് എത്ര തവണ വേണമെങ്കിൽ അവർ നിങ്ങളോട് പറയാൻ അവർ തയ്യാറാണ്, അല്ലെങ്കിൽ ആരോട് വേണമെങ്കിലും അവർ പറയാൻ തയ്യാറാണ്. കാരണം അത്രയും അവരെ ജീവിതത്തിൽ ഇത്രയും ഒരു പ്ലേസ് കൊണ്ടുവന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കുള്ള സ്ഥാനം അത്രയും വലുതാണെന്നുള്ളത് ഇവിടെ നമുക്ക് ഓവറോൾ റീഡിങ്ങിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. ഇന്നത്തെ റീഡിങ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.